ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന ദേശീയ ജുജുറ്റ്സു ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന് 6 മെഡൽ നേട്ടം. നാടിന് അഭിമാനകരമായ താരങ്ങൾക്ക് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. സ്വീകരണത്തിൽ ISK ക്ലബ്ബും അധ്യാപകരും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. ഉത്തരാഖണ്ഡിൽ വെച്ച് ഈ മാസം 19 മുതൽ 23 വരെ നടന്ന ദേശീയ ജുജിറ്റ്സു മലപ്പുറത്തിന് 6 മെഡൽ നേടി നാടിന് അഭിമാനമായ താരങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. സ്വീകരണത്തിന് ISK ക്ലബ്ബ് നേതൃത്വം നൽകി. സ്കൂൾ മാനേജ്മെന്റ് അധ്യാപകരും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന ദേശീയ ജുജുറ്റ്സു ചാമ്പ്യൻഷിപ്പിന് നമ്മളെ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നായി വിവിധ സ്കൂളുകളിൽ നിന്നായിട്ട് പങ്കെടുത്ത 15ഓളം വിദ്യാർത്ഥികളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വന്നിറങ്ങിയിട്ടുള്ളത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു പ്രകടനമായിരുന്നു. 6ഓളം മെഡലുകൾ നമുക്ക് കേരളത്തിന് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് നേടാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ ISKയെ സംബന്ധിച്ച് വലിയൊരു അഭിമാനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളുകളിൽ നിന്നും നല്ലൊരു സപ്പോർട്ടാണ്. നമ്മുടെ പ്രിൻസിപ്പാൾ ബഷീർ വാഫി സാറ് കുട്ടികളെ നമ്മൾ സ്വീകരണം പോകുന്ന സമയത്തും വന്നിരുന്നു. അതേപോലെ തന്നെ ഈ രാവിലെ ഇപ്പോൾ 4 മണിക്ക് ഇവിടെ പുലർച്ചെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കുട്ടികൾ പങ്കെടുത്തു. സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അൽഫത്ത ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, അതേപോലെ തന്നെ അൽഹുദ വട്ടപ്പറമ്പ്, MTI സെൻട്രൽ സ്കൂള്, പട്ടാമ്പി MES ഇൻ്റർനാഷണൽ സ്കൂള്, പെരിന്തൽമണ്ണ MES ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, കൊളത്തൂർ ALPS സ്കൂള്, അതേപോലെ വിവിധ സ്കൂളുകളിൽ നിന്നായി നമ്മുടെ കുട്ടികൾ പങ്കെടുത്തു. മികച്ചൊരു പ്രകടനമാണ് കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. നമ്മുടെ കൂടെ താജുദ്ദീൻ മാസ്റ്റർ, നമ്മുടെ ബ്ലാക്ക് ബെൽറ്റ് ആയിട്ടുള്ള കോച്ച്, ഇവരെ കൂടെ നല്ല രീതിയിൽ സപ്പോർട്ടിങ് നൽകി കുട്ടികൾക്ക് നല്ല പരിശീലനം നൽകി നല്ലൊരു റിസൾട്ടാണ് നമ്മളെ സംബന്ധിച്ച് ഈ വർഷം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് സ്വീകരണം നൽകാൻ വേണ്ടി സ്കൂളിൻ്റെ പ്രതിനിധികളും കുട്ടികളുടെ രക്ഷിതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ ഒരു സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ ദേശീയ ജുജുറ്റ്സു മത്സരത്തില് കേരളത്തെ പ്രതിനിധീകരിച്ച് 15ഓളം കുട്ടികൾ പങ്കെടുത്തു. വളരെ സന്തോഷമുള്ള ഒരു റിസൾട്ടാണ്. പങ്കെടുത്ത വിദ്യാർത്ഥികളൊക്കെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അഭിമാനമാണ്. കേരളത്തിലെ കായിക പ്രേമികൾക്ക് എല്ലാവർക്കും അഭിമാനമുള്ള റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ കുട്ടികള് 15 കുട്ടികളിൽ 6 കുട്ടികൾക്ക് മെഡലുകൾ നേടാൻ സാധിച്ചു. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെക്കാളും മികച്ചൊരു പ്രകടനമാണ് ഈ വർഷം കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ കുട്ടികൾക്ക് ഈ മികച്ച അവസരം നേടി കൊടുത്ത പ്രിയപ്പെട്ട ISKയുടെ മുഹമ്മദ് അലി സാറ്, അദ്ദേഹത്തെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു പൊന്നാട നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, രക്ഷിതാക്കളെ കുട്ടികളെല്ലാവർക്കും വേണ്ടി ഇവിടെ അണിയിക്കാണ്. ഹരിയാനനെയും അതേപോലെ കർണാടകനെയൊക്കെ മലത്തി അടിച്ചുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ മെഡൽ നേടിയിട്ട് വന്നിട്ടുള്ളത്. ഗോൾഡ് മെഡലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 8 വയസ്സുള്ള കാറ്റഗറിയിൽ ജെയിൻ മാലിക് നല്ല മികച്ച പെർഫോമൻസ് ആയിരുന്നു. ആരാ മത്സരിക്കാൻ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത്? ഹരിയാന. കുഴപ്പമില്ലാത്ത കളിയിലും ഭയങ്കര ടഫ്. ഏതായിരുന്നു സംസ്ഥാനം? ഉത്തരാഖണ്ഡ്. ഒന്നാം റൗണ്ട് കഴിഞ്ഞു, 2ാം റൗണ്ടില് തോറ്റു. ഓക്കെ. അപ്പോ നമുക്ക് ഫൈനൽ റൗണ്ടിൽ പോയി അല്ലേ? ഏതാ മെഡല്? ബ്രോൺസ് മെഡല്. ഓക്കെ, ബ്രോൺസ് മെഡൽ നേടിയിരിക്കുകയാണ് ഉത്തരാഖണ്ഡുമായിട്ട് മത്സരിച്ചിട്ട്. ഓക്കെ, അസാമിനോട് ഏറ്റുമുട്ടിയിട്ട് ബ്രോൺസ് മെഡൽ നേടിയിരിക്കുകയാണ്. ഓക്കെ, ഈ 2 കുട്ടികളെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ അൽഹുദ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ മികച്ച 2 വിദ്യാർത്ഥികളാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ കേരളത്തിന് നേടിയ ഈ അഭിമാന നേട്ടത്തിൽ നമ്മുടെ സ്കൂളിന് പ്രത്യേകമായിട്ട് ഒരു അതിൽ പങ്കെടുക്കാനും അതിൽ ഭാഗവതയം വഹിക്കാനും സാധിച്ചതിൽ പ്രത്യേകമായ സന്തോഷവും അഭിമാനം അറിയിക്കുകയാണ്. പ്രത്യേകമായി ഇതിലെ നമ്മുടെ കോച്ചുമാരെയും അതുപോലെ അതിലെ ട്രെയിനർമാരൊക്കെ അഭിനന്ദിക്കുകയാണ് സ്കൂളിന് വേണ്ടിയിട്ട്, അതുപോലെ രക്ഷിതാക്കൾക്ക് വേണ്ടി. അതോടൊപ്പം തന്നെ എല്ലാ സ്കൂളിൽ നിന്നും വന്ന
പങ്കെടുത്ത കുട്ടികളെയും പ്രത്യേകമായി അഭിനന്ദിക്കാം. പഠിക്കുന്നത് എൻ്റെ ഒപ്പം ഹരിയാനൻ്റെ ഒപ്പം ബംഗ്ലാദേശിൻ്റെ ഒപ്പം കളിയും അറ്റ്ലീസ്റ്റ് 4 റൗണ്ടെങ്കിലും കളിച്ചിട്ടുണ്ട്. ഗോൾഡ് മെഡൽ പശ്ചിമ ബംഗാളിനോട്ടും അതേപോലെ ഹരിയാനയോട്ടും ആയിരുന്നു ഫൈറ്റ് ഉണ്ടായിരുന്നത്. ഛത്തീസ്ഗഡിലത്തെ ഓപ്പണന്റായിരുന്നു. മികച്ച നല്ലൊരു കളിയായിരുന്നു ഞാൻ കളിച്ചത്. അപ്പോൾ ഛത്തീസ്ഗഡുമായിട്ട് മത്സരിച്ച് സിൽവർ മെഡൽ അല്ലേ? ഛത്തീസ്ഗഡുമായി മത്സരിച്ച് സിൽവർ നേടിയിരിക്കുകയാണ് നമ്മുടെ ഭദ്ര. ഓക്കെ, കേരളത്തിന് വേണ്ടി സിൽവർ മെഡൽ ഛത്തീസ്ഗഡിനെ മലത്തി അടിച്ചിട്ട് ഭദ്ര നേടിയിരിക്കുകയാണ്. ഉത്തരാഖണ്ഡുമായിട്ട് മത്സരിച്ച് കേരളത്തിന് വേണ്ടി ബ്രോൺസ് മെഡൽ നേടിയിരിക്കുകയാണ് മിൻഹ നമ്മുടെ അൻവാർ സ്കൂളിലെ വിദ്യാർത്ഥി കൂടിയാണ്. ഞാൻ അൻവാർ ഇംഗ്ലീഷ് മീഡിയം സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ ഒപ്പോണന്റ് ഉത്തരാഖണ്ഡത്തെ ഒരു കുട്ടിയാണ്. ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന ദേശീയ ജുജിറ്റ്സു ചാമ്പ്യൻഷിപ്പിലാണ് കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മലപ്പുറത്തെ 6 കായിക താരങ്ങൾ 6 മെഡലുകൾ നേടിയത്. ഗുസ്തിയോട് സാമീപ്യമുള്ള ജാപ്പനീസ് ആയോധന കലയായ ജുജിറ്റ്സുവിൽ സൈന്റ് മാലിക് MES മെഡിക്കൽ സെൻട്രൽ സ്കൂൾ പെരിന്തൽമണ്ണ, ഷഹബാസ് അൽ ഫത്തഹ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വഴിപ്പാറ എന്നീ 2 കുട്ടികൾ ഗോൾഡ് മെഡലും, അൽഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വട്ടപ്പറമ്പിലെ ജുവൈൽ മുഹമ്മദ് ലബീബ് എന്നീ കുട്ടികൾ സിൽവർ മെഡലും, ഫാത്തിമ മിൻഹ അൻവാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തിരൂർക്കാട്, ഭദ്ര MIC ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെറുകര എന്നിവർ വെങ്കല മെഡലും നേടി. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നായി 15ഓളം കായിക താരങ്ങളാണ് പങ്കെടുത്തത്. ഈ ദേശീയ താരങ്ങൾക്ക് ജുജിറ്റ്സു എന്ന ജാപ്പനീസ് ആയോധന കലയിൽ പരിശീലനം നൽകിയത് പുലാമന്തോൾ ISK മാർഷൽ ആർട്സിലെ ചീഫ് ഇൻസ്ട്രക്ടർ മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിലാണ്. ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ നേടി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ കായിക താരങ്ങളെ ISK ചീഫ് ഇൻസ്ട്രക്ടർ മുഹമ്മദ് അലി, വട്ടപ്പറമ്പ് അൽഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ ബഷീർ വാഫി, മറ്റ് വിവിധ സ്കൂളുകളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് സ്വീകരണം നൽകി. മുഹമ്മദ് ഷഹബാസ് നമ്മുടെ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ ആഴ്ച ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന ദേശീയ ജുജിറ്റ്സു ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ വിഭാഗം 52 കിലോ വെയിറ്റിൽ ഗോൾഡ് മെഡൽ നേടി വീടിനും കുടുംബത്തിനും അതുപോലെ തന്നെ അൽഫത്ത് ഇംഗ്ലീഷ് സ്കൂളിനും അഭിമാനമായി മാറിയിരിക്കുകയാണ്. ഷഹബാസിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹാർഡ് വർക്കാണ് ഇത്തരത്തിൽ വലിയ ദേശീയതലത്തിൽ ഗോൾഡ് മെഡൽ നേടി വിജയിക്കാൻ കാരണമായിട്ടുള്ളത്. കഠിനമായ പ്രയത്നം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഉള്ള അവന്റെ രാവിലെയും വൈകുന്നേരമൊക്കെയുള്ള പ്രാക്ടീസ് തന്നെയാണ് ഇത്തരത്തിൽ വലിയ നേട്ടം അവന് സമ്പാദിക്കാൻ സാധിച്ചിട്ടുള്ളത്. സ്കൂളിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാർഷൽ അക്കാദമിയുടെ പരിശീലകൻ മുഹമ്മദ് അലി സാർ, അതുപോലെ അവരുടെയും അവന്റെ ഫാമിലിയുടെയും ഉപ്പയുടെയും ഉമ്മയുടെയൊക്കെ അതീവമായ സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനൊരു നേട്ടം കൈവരിച്ചത്. ഏതായാലും വളരെ സന്തോഷത്തോടു കൂടി ഷഹബാസിനെ അഭിനന്ദിക്കുകയാണ്. അൽഫത്ത് ഇംഗ്ലീഷ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ദേശീയ മെഡലാണ്, അതും ഗോൾഡാണ് എന്ന സന്തോഷം കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇൻഷാല്ലാ തുടർന്നും ഭാവിയിൽ ഇനി കുട്ടികൾക്ക് ഇതുപോലെയുള്ള കലാകായിക രംഗത്തുള്ള എല്ലാവിധ പിന്തുണയും ഉറപ്പുവരുന്നതോടൊപ്പം നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഷഹബാസിനെയും അതുപോലെ അവന്റെ ട്രെയിനേഴ്സ്, അവന്റെ പാരന്റ്സ് എല്ലാവരെയും ഹൃദയംഗമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു. ന്യൂസ് 10 മലപ്പുറം. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.